14th question. Area and circumference of a circle are equal numerically. ഒരു സർക്കിളിൻ്റെ ഏരിയയും സർക്കംഫറൻസും ന്യൂമറിക്കലി ഈക്വൽ ആണ്. വാട്ട് ഈസ് ദ റേഡിയസ്? ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? പൈ ആർ സ്ക്വയർ. അതുപോലെ പെരിമീറ്റർ കാണാൻ, സർക്കംഫറൻസ് എന്നാൽ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താ? 2πr. ഇവിടെ പൈ ക്യാൻസൽ ആക്കി കളയാം. ഇവിടെ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ r × r ആണ്. അപ്പോൾ ഇവിടെ 2 r ഉണ്ട്. അതിൽ ഒരു ആറും ഇവിടുത്തെ ഒരു ആറും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 2 സെൻറ്റിമീറ്റർ. ആറിൻ്റെ വാല്യൂ 2 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓർ സർക്കംഫറൻസ്. ഏരിയ അല്ലെങ്കിൽ സർക്കംഫറൻസ് കാണുക, കാരണം രണ്ടും തുല്യമാണ്. അപ്പോൾ സർക്കംഫറൻസ് എടുത്താലും ഏരിയ എടുത്താലും ഒന്ന് തന്നെയാണ്. അപ്പോൾ 2πr. 2 × പൈയുടെ വില പൈ എന്ന് തന്നെ കൊടുക്കുക. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4π സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 14th question C part. What is the perimeter of the largest square drawn with vertices on this circle? ഈ സർക്കിളിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്തെന്നാണ് സി പാർട്ടിൽ കാണേണ്ടത്. ഫിഗർ വരയ്ക്കുമ്പോൾ സർക്കിളിനകത്ത് വരയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് സ്ക്വയർ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കാൻ പറ്റുന്നത്, കാരണം അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും അതിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്. അപ്പോൾ ഡയമീറ്റർ നമുക്ക് റേഡിയസ് നമുക്ക് 2 എന്നുണ്ട്. അപ്പോൾ ഡയമീറ്റർ എത്രയാണ്? 4 ആണ്. അതിൻ്റെ സൈഡുകൾ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും എ ആണ്. ഇതൊരു 90 ഡിഗ്രി, ഇവിടെ സ്ക്വയറിനകത്ത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറത്തിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് a² എന്തെന്ന് കിട്ടും? 4². അതായത് ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും സം ചെയ്യുമ്പോൾ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയറിന് തുല്യമായിട്ട് കിട്ടും. ദാറ്റ് ഈസ് 2a² ആണ് 16. അപ്പോൾ a² = 16/2 എന്ന് എഴുതാം. അതായത് 8 എന്ന് കിട്ടും. a² = 8 ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണ്? √8 ആണ്. √8 എന്ന് പറയുമ്പോൾ നമുക്ക് 8നെ എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 4 × 2. 4 × 2 എന്ന് വെച്ചാൽ 4ന് റൂട്ടുണ്ട് 2 എന്ന്. ഇപ്പോൾ 2 √2 എന്ന് കിട്ടും. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞു. പെരിമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? 4 × 1 സൈഡ് അല്ലേ? 4 × a എന്ന് എഴുതാം. 4 × a. p = 4 × a. അപ്പോൾ 4 × 2 √2. ദാറ്റ് ഈസ് 8 √2 ആണ് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ. അത്രയും സെൻറ്റിമീറ്റർ. 15th question. AB is a line of length 36 cm. AB എന്ന് പറയുന്നത് 36 cm നീളമുള്ളൊരു ലൈനാണ്. സെമി സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഡയമീറ്റർ ഓൺ AB. ABയിൽ ഒരു ഡയമീറ്റർ ആക്കിക്കൊണ്ട് സെമി സർക്കിളുകൾ വരച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ 1 2 3 4 4 സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ സെമി സർക്കിളുകളുടെ റേഡിയസ് R1 R2 R3 R4 ആണെന്നാണ് തന്നേക്കുന്നത്. വാട്ട് ഈസ് R1 + R2 + R3 + R4? ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സെമി സർക്കിളിൻ്റെ റേഡിയസ് R1 ആണ്. അതായത് റേഡിയസ് R1 ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും? റേഡിയസിൻ്റെ ഇരട്ടിയല്ലേ? അതായത് 2R1 ആണ്. ഇതിൻ്റെ R2 ആണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? 2R2 ആണ്. ഇതിൻ്റെ ഡയമീറ്റർ റേഡിയസ് R3 ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും? 2R3. ഇതിൻ്റെ റേഡിയസ് R4 ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും? 2R4. അതായത് ഈ മൊത്തവും നീളമല്ലേ 36? ദാറ്റ് ഈസ് 2R1 + 2R2 + 2R3 + 2R4 ആണ് 36. ഇതിലെല്ലാം പൊതുവായിട്ട് എന്ത് കോമൺ ഉണ്ട്? 2 കോമൺ ഉണ്ട് അല്ലേ? ഇപ്പോൾ 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് R1 + R2 + R3 + R4 = 36 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ R1 + R2 + R3 + R4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36നെ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുകയല്ലേ? അപ്പോൾ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആണ് എ പാർട്ടിൻ്റെ ആൻസർ. ബി പാർട്ട് ചോദ്യം. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആർക്ക്? ഈ ആർക്കിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയെന്നാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിളിൻ്റെ പകുതിയാണ്. ഫുൾ സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ പെരിമീറ്റർ ആണ്, അതായത് ചുറ്റളവാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണിത്. അതായത് പെരിമീറ്റർ കാണുന്ന ഫോർമുല എന്താ? 2πr. അപ്പോൾ 2πrൻ്റെ പകുതി എന്ന് പറയുമ്പോൾ πr ആണ്. 2πrൻ്റെ പകുതി πr. അപ്പോൾ ഇത് റേഡിയസ് R1 ആയതുകൊണ്ട് ഇതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് എത്രയാണ്? πr1 അല്ലേ? πr1. 2πr ആണ് ചുറ്റളവ്, പെരിമീറ്റർ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ πr ആണ്. റേഡിയസ് R1 ആയതുകൊണ്ട് πr1. അപ്പോൾ ഇതിൻ്റെ എന്തായിരിക്കും? πr2. അടുത്തതിൻ്റെത് πr3. അടുത്തതിൻ്റെത് πr4. അപ്പോൾ ഇതിലെല്ലാം എന്ത് കോമൺ ഉണ്ട്? പൈ കോമൺ ഉണ്ട്. പൈ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ എന്താ കിട്ടുന്നത്? R1 + R2 + R3 + R4 എന്ന് കിട്ടും. ഇതിൻ്റെ എല്ലാം സം നമുക്ക് എത്രയെന്നാണ് കിട്ടിയിരിക്കുന്നത്? 18 ആണ്. അപ്പോൾ π × 18 എത്രയെന്നാണ് കിട്ടുന്നത്? 18π ആണ് ഈ ആർക്കുകളുടെയൊക്കെ ടോട്ടൽ ലെങ്ത്. സി പാർട്ട് ചോദ്യം. ഇഫ് ദ റേഡിയ ആർ ഈക്വൽ ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആർക്ക്? റേഡിയസ് എല്ലാം സെയിം, R1 R2 R3 R4 അല്ലാതെ എല്ലാം ഈക്വൽ റേഡിയസ് ആയിരുന്നെങ്കിലും ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആർക്ക് എത്ര തന്നെയാണ്? 18π തന്നെയായിരിക്കും ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആർക്ക്. 16th question. A of x is the polynomial representing the area of a rectangle with sides 2x + 1 x - 1. Write A of x. അതായത്
എ ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയെ കാണിക്കുന്നതാണ്. അതിൻ്റെ സൈഡ്സുകൾ 2x+1 x-1 എന്നതാണ്. നമുക്ക് ഏരിയയാണ് കാണേണ്ടത്. എല്ലും ബി എന്ന് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും എടുക്കാം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കാണേണ്ടത്. ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്. അപ്പോൾ ഇവിടെ ഏരിയയെ സൂചിപ്പിക്കുന്നത് എ ഓഫ് എക്സ് എന്നാണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 2x+1 ആണ്. 2x+1 ഇൻറ്റു x-1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഇൻറ്റു എക്സ് എത്രയാണ്? 2x². ദെൻ 2x ഇൻറ്റു -1 -2x, 1 ഇൻറ്റു എക്സ്, 1 ഇൻറ്റു -1 -1, 2x² അതുപോലെ എഴുതുക. -2xും +xും കൂടി -x -1. ഇനി നമുക്ക് കാണേണ്ടത് ഇഫ് x ഈക്വൽസ് 2 ദെൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അതായത് എക്സിൻ്റെ പ്ലേസിൽ 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് ഏരിയ കിട്ടുന്നത്? അപ്പോൾ a of 2 ആണ്. എക്സ് ഉള്ളിടത്തെല്ലാം 2 കൊടുക്കുക. ഇപ്പോൾ 2² 4, 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. 8 മൈനസ് 2 - 1 3 ആണ്. അപ്പോൾ 8 - 3 എത്രയാണ്? 5. 17th question. Let x be a real number. What is the meaning of absolute value x - 1 equals 1? അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് വാല്യൂ x - 1 എന്ന് പറഞ്ഞാൽ എക്സ് മുതൽ 1 വരെയുള്ള അകലം. അതായത് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു 1 ആണ് 1 എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു 1 ഈക്വൽസ് 1. അതാണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 1 എന്നതിൻ്റെ അർത്ഥം. അടുത്തത് ഇഫ് absolute value of x+1 equals absolute value of x-1 then what is x? അപ്പോൾ രണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഈക്വൽ ആയിട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് x ആണ് കാണേണ്ടത്. x എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കും. x ഈക്വൽസ് മിഡ് പോയിൻ്റ് ഓഫ് -1 and 1. എങ്ങനെയാണ് -1ൻ്റെയും 1ൻ്റെയും മിഡ് പോയിൻ്റ് കാണുന്നത്? അതായത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് -1 + 1/2. എത്രയാണ്? 0. 0/2 എത്ര തന്നെയാണ്? 0 തന്നെയാണ്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എക്സിൻ്റെ വാല്യൂ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ മോഡ് എക്സ് എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പോൾ മോഡ് എക്സിൻ്റെ സ്ക്വയർ എങ്ങനെ എഴുതാം? നമുക്ക് x² എന്ന് എഴുതാം. ഇനി ഇഫ് എക്സ് ലെസ് ദാൻ 0 എടുത്താലോ, അതായത് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാൽ മോഡ് എക്സ് ഈക്വൽ ടു ഏതാണ്? -x. അപ്പോൾ മോഡ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -xൻ്റെ സ്ക്വയർ ആണ്. -xൻ്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? x². 18th question ഒരു ഡ്രോയിങ് ആണ്. 19th question in the figure QA and PB are perpendicular to AB, OA equals 10, OB equals 6, PB equals 9. Name two triangles having equal angles. തുല്യ കോണുകളുള്ള രണ്ട് ത്രികോണങ്ങൾ കണ്ടെത്തുവാനാണ്. അപ്പോൾ QAയും PBയും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും 90 ഡിഗ്രി വീതമാണ്. ഇനി രണ്ട് തുല്യ ആംഗിളുകൾ ഏതൊക്കെയാണ്? തുല്യ കോണുകൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് QOAയും POBയും നമുക്ക് നോക്കിയാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആംഗിൾസ് ആയിട്ട് കിട്ടി. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആംഗിൾ Qയും ആംഗിൾ Pയും ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ഉള്ള ട്രയാങ്കിൾസിൻ്റെ പേര് എന്തൊക്കെയാണ്? ട്രയാങ്കിൾ OAQ, പിന്നെ ട്രയാങ്കിൾ OPB അല്ലേ? ഇനി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദെയർ സൈഡ്സ്. ഇവയുടെ സൈഡ്സ് തമ്മിലുള്ള റിലേഷൻ എഴുതുക. അപ്പോൾ രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ പ്രപ്പോർഷണലിലായിരിക്കും അല്ലേ? അപ്പോൾ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡുകൾ നോക്കുക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് OQ ഉണ്ട്. തൊട്ടടുത്ത ട്രയാങ്കിളിലാണെങ്കിലോ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് OP ആണ്. അതുപോലെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സുകൾ നമുക്ക് എഴുതാം. ഇവിടെ AQ അല്ലെങ്കിൽ QA ഡിവൈഡ് ബൈ അടുത്ത എന്താണ്? PB. അടുത്തൊരു ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? OAയും അതുപോലെ OB. AQ കാണാനായി നമുക്ക് QA/PB ഈക്വൽസ് OA/OB എന്ന റിലേഷൻ എടുക്കാം. QA/PB ഈക്വൽസ് OA/OB. നമുക്ക് AQ ആണ് കാണേണ്ടത്. AQയും QAയൊക്കെ ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് AQ/PB. PBയുടെ വാല്യൂ 9 ഈക്വൽസ് Oയുടെ വാല്യൂ 10, OBയുടെ വാല്യൂ 6. 9 അങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ AQ ഈക്വൽസ് 9 ഇൻറ്റു 10/6, ദാറ്റ് ഈസ് 90 ഡിവൈഡ് ബൈ 6 ഈക്വൽസ് 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. AQൻ്റെ വാല്യൂ 15. 20ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ സൈഡ്സ് DE ഈസ് പാരലൽ ടു BC. DE BCക്ക് പാരലലാണ്.
എ ഡി ഈക്വൽസ് എക്സ്, ബി ഡി ഈക്വൽസ് എക്സ് മൈനസ് 2, എ ഇ എക്സ് പ്ലസ് 2, സി ഇ എക്സ് മൈനസ് 1. റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് എ ഡി, ഡി ബി, എ ഇ ആൻഡ് ഇ സി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾസ് കാണാം. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ഡി ഇയും ട്രയാങ്കിൾ എ ബി സിയും. ട്രയാങ്കിൾ എ ഡി ഇ, ട്രയാങ്കിൾ എ ബി സി. ഇനി ഇവ എന്താണ്? ഇവ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. എന്ത് നോക്കിയേക്കോ, ഒരു കോമൺ ആംഗിളിലെ എ, 2 ട്രയാങ്കിൾസിനും കോമൺ ആയിട്ട് ഒരു ആംഗിളുണ്ട്. അതുപോലെ 2 പാരലൽ സൈഡ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഇയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് സൈഡ്സിൻ്റെ റിലേഷൻ എഴുതാൻ സാധിക്കും. എങ്ങനെ എഴുതുന്നത്? എ ഡി ഡിവൈഡഡ് ബൈ ഡി ബി ഈക്വൽസ് എ ഇ ഡിവൈഡഡ് ബൈ ഇ സി. ഇതാണ് ഇവയെ കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഇനി നമുക്കിതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ് കിട്ടും. എക്സ് ബൈ എ ഡിയുടെ വാല്യൂ എക്സ്, ഡി ബിയുടെ വാല്യൂ എക്സ് മൈനസ് 2, എ ഇയുടെ വാല്യൂ എക്സ് പ്ലസ് 2, ഇ സിയുടെ വാല്യൂ എക്സ് മൈനസ് 1. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ്, എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പോൾ അവിടെ ലെഫ്റ്റിലും റൈറ്റിലും എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ മൈനസ് എക്സ് ആണ്, മൈനസ് 1 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മൈനസ് എക്സ് എന്നാക്കാം. മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് 4 എന്ന് വരും. മൈനസ് എക്സ് ഈക്വൽസ് മൈനസ് 4. അപ്പോൾ മൈനസ് മൈനസ് ക്യാൻസലായി എക്സ് ഈക്വൽസ് 4 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4. സി പാർട്ട് ചോദ്യം. ഇഫ് ബി സി ഈക്വൽസ് 18 ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഡി ഇ? ട്രയാങ്കിൾസിൽ നിന്ന് നമുക്ക് റിലേഷൻ എഴുതാം. എ ബി ബൈ എ ഡി ഈക്വൽസ് ബി സി ബൈ ഡി ഇ. വാല്യൂസ് കൊടുക്കാം. എ ബി 6 ആണ്. 6/4 ഈക്വൽസ് 18 ബൈ ഡി ഇ. എ ബി എങ്ങനെയാണ് 6 കിട്ടിയത്? എ ബി എന്ന് പറയുന്നത് എ ഡിയും ബി ഡിയും കൂടെ കൂട്ടുന്നതാണ്. എ ഡി എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 4 ആണ്. ബി ഡി അപ്പോൾ 4 മൈനസ് 2 എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ 4 പ്ലസ് 2 എത്രയാണ്? 6 ആണ് എ ബിയുടെ വാല്യൂ. അങ്ങനെയാണ് 6 കിട്ടിയത്. ഇനി ഡി ആണ് നമുക്ക് കാണേണ്ടത്. ഡി ഇ കാണുന്നത് എങ്ങനെയാണ്? ഡി ഇ ബൈ 18 ആണ്. തിരിച്ചിടുക. 4/6. 18 അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 18 ഇൻറ്റു 4/6 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 12 എന്ന ആൻസർ കിട്ടും. 21st question. A and B are two numbers. AB equals 713, A minus B equals 8. Write A plus 1 into B minus 1 in the expanded form. അപ്പോൾ A plus 1 into B minus 1 into expanded form നമുക്ക് എഴുതാം. A plus 1 into B minus 1 equals A അകത്ത് കയറ്റുമ്പോൾ AB, A into minus 1 minus A, 1 into B, B എന്ന് എഴുതാം. 1 into minus 1 minus 1. അപ്പോൾ ഇതിനെ നമുക്ക് എഴുതുമ്പോൾ എ ബി മൈനസ് കോമൺ എടുത്താൽ മൈനസിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ എ മൈനസ് ബി എന്ന് എഴുതാം. ഇനി വാല്യൂസ് കൊടുക്കാം. എ ബി എത്രയാണ്? 713 മൈനസ് എ മൈനസ് ബിയുടെ വാല്യൂ 8 ആണ്. മൈനസ് 1. 713 മൈനസ് 9, 704. 22ാമത്തെ ചോദ്യം. ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ പ്രിസം ഹാസ് ഹൈറ്റ് 20 cm, എൻഡ് ഫേസസ് ഹാസ് പെരിമീറ്റർ 36 cm. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്? അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് പെരിമീറ്റർ ആണ്. ബേസ് പെരിമീറ്റർ. ബേസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ 3 into 1 സൈഡ് എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 1 സൈഡ് കണ്ടുപിടിക്കാൻ 36/3 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് 12 എന്ന് കിട്ടും. 12 cm ആണ് ബേസ് എഡ്ജ്, അതായത് എ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ബേസ് ഏരിയ. അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ബേസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല √3a²/4 ആണ്. അപ്പോൾ എയുടെ വാല്യൂ ആയ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. √3 × 12² 4. അപ്പോൾ √3 × 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144. 144 ഡിവൈഡഡ് ബൈ 4. 144 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്യുമ്പോൾ 36 എന്ന് കിട്ടും. അപ്പോൾ 36 √3 ആണ് ബേസ് ഏരിയ. ഇത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി വോളിയം കാണാം. വോളിയം കണക്കാക്കുന്ന ഫോർമുല ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. വി ഈക്വൽസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ നമുക്ക് 36 √3 എന്നുണ്ട്. അപ്പോൾ 36 √3 ഇൻറ്റു ഹൈറ്റ് ക്വസ്റ്റ്യനിൽ 20 എന്ന് തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 720 √3 സെൻറ്റിമീറ്റർ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് 12 cm is cut into 3 equal arcs. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക്? ഇവിടെ തന്നിരിക്കുന്ന റേഡിയസ് അല്ല കേട്ടോ, പെരിമീറ്റർ ആണ് 12 തരേണ്ടത്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ്. പെരിമീറ്റർ ആണ് 12. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക്? അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണ്. അപ്പോൾ 360 അതിന് എത്ര 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക്?
അപ്പോൾ ഇവിടെ പെരിമീറ്റർ 12 പൈ ആണ്. അതിനെ 3 ഡിവൈഡ് ചെയ്യുന്നതാണ് ഓരോ ആർക്കുകളും. അപ്പോൾ പെരിമീറ്ററിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4 പൈ ആണ് ഒരു ആർക്കിൻ്റെ ലെങ്ത്. ഇനി ഈ ഒരു ആർക്കിനെ ബെൻഡ് ചെയ്ത് സർക്കിൾ ആക്കുകയാണ്. അതാണ് മൂന്നാമത്തെ ചോദ്യം. ആൻഡ് ആർക്ക് ഈസ് ബെൻഡ് ആസ് എ സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ്? അതായത് ഈ 2 പൈ ആർ ആണ് 4 പൈ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ പൈ ക്യാൻസൽ ആയാൽ 2r വാല്യൂ 4, r വാല്യൂ 4/2. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. ഇങ്ങനെ ഫോം ചെയ്ത സർക്കിളിൻ്റെ ഏരിയ ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ. പൈ ഇൻറ്റു 2 സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ്? 4 പൈ. അതാണ് ഡിയുടെ ആൻസർ. 24th ക്വസ്റ്റ്യൻ. ABCD is a rectangle drawn inside the triangle PAQ. ABCD എന്ന റെക്റ്റാങ്കിൾ PAQ എന്ന ട്രയാങ്കിളിനുള്ളിൽ വരച്ചിരിക്കുകയാണ്. ഇഫ് ആംഗിൾ DPC ഈക്വൽസ് എക്സ് ദെൻ റൈറ്റ്. ഇവിടെ 3 ആംഗിൾ കാണുക. അപ്പോൾ P എന്ന ആംഗിൾ എക്സ് എന്നെടുക്കാം. ABCD റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ എയും 90 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് ആംഗിൾ ഡിയും 90 ഡിഗ്രി എന്ന് എഴുതാം. ട്രയാങ്കിൾ PCD നോക്കിയാൽ ഈ ഒരു ട്രയാങ്കിളിനകത്ത് ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 അല്ലേ. അപ്പോൾ ആംഗിൾ സി, അതായത് ആംഗിൾ DCP നമുക്ക് എങ്ങനെ കണ്ടെത്താം? DCP ഈക്വൽസ് 180 മൈനസ് 90 പ്ലസ് എക്സ്. അപ്പോൾ 180 മൈനസ് 90 എത്രയാണ്? 90 മൈനസ് എക്സ്. 90 മൈനസ് എക്സ് ആണ് ആംഗിൾ DCP. 90 മൈനസ് എക്സ്. ഇനി നമുക്ക് ആംഗിൾ CQB 90 മൈനസ് എക്സ് എന്ന് എഴുതാം. അതുപോലെ ആംഗിൾ CBQ ഈക്വൽസ് എത്രയാണ്? റെക്റ്റാങ്കിളിൻ്റെ അവിടുത്തെ ആംഗിൾ അല്ലായിരുന്നു ബി. അപ്പോൾ ഇപ്പുറം സൈഡിലും എത്ര തന്നെയാണ്? 90 ഡിഗ്രിയാണ്. CBQ എത്രയാണ്? 90 ഡിഗ്രി. അടുത്ത ആംഗിൾ BCQ എത്ര തന്നെയാണ്? എക്സ് ആണ്. ആംഗിൾ BCQ എക്സ് എന്ന് എഴുതാം. ഇപ്പോൾ എല്ലാ ആംഗിൾസും എഴുതാൻ പറ്റി. ഇനി ഇഫ് PD ഈക്വൽസ് 7 സെൻറ്റിമീറ്റർ ആൻഡ് QB ഈക്വൽസ് 1 സെൻറ്റിമീറ്റർ ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. അപ്പോൾ നമുക്കിവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഒരു ചെറിയ ട്രയാങ്കിളും ഒരു വലിയ ട്രയാങ്കിളും. PDCയും അതുപോലെ ട്രയാങ്കിൾ BQCയും. ഇവ രണ്ടും എന്ത് ട്രയാങ്കിൾസ് ആണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എങ്ങനെ റിലേഷൻ എഴുതാം? PO ബൈ BC ഈക്വൽസ് CD ബൈ BQ എന്ന് എഴുതാം. ഇനി വാല്യൂസ് കൊടുക്കാം. ഇപ്പുറത്തോട്ട് എഴുതാം. 7 ബൈ BC ഈക്വൽസ് CD ബൈ 1. ക്രോസ് ചെയ്യുമ്പോൾ 1 × 7 ഈക്വൽസ് BC × CD. ഈ BC × CD എന്താണ്? റെക്റ്റാങ്കിൾസിൻ്റെ ഓപ്പോസിറ്റ് 2 സൈഡല്ലേ, ലെങ്തും ബ്രെഡ്ത്തും. അപ്പോൾ ഏരിയ ഈക്വൽസ് 7 എന്ന് എഴുതാം. 25th question. ABC is an equilateral triangle. Side BC coincides the number line from B to C. What is the length of the side? അപ്പോൾ ഇവിടെ ഒരു നമ്പർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ട്രയാങ്കിളും വരച്ചിട്ടുണ്ട് ABC. അപ്പോൾ BC എന്ന് പറയുന്നത് എന്താണ്? -1 മുതൽ 1 വരെയുള്ള അകലമാണ് BC. അതായത് BC കാണണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടാൽ പോരെ. B മുതൽ C വരെയുള്ള, അതായത് മോഡുലസിനകത്ത് 1 മൈനസ് -1, അതായത് 2 സെൻറ്റിമീറ്റർ ആണ് BC. ഇനി കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ ABC. അതായത് ഈ ഒരു ഹൈറ്റാണ്, എയിൽ നിന്നുള്ള ഹൈറ്റാണ് കാണേണ്ടത്, ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ സൈഡ്സൊക്കെ ആംഗിളെല്ലാം 60 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ ആംഗിൾസ് നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് എഴുതാമല്ലോ ഇതിനകത്തുള്ളത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റുള്ള റേഷ്യോ എങ്ങനെ വരും? 1:√3:2. അപ്പോൾ ഇവിടെ നമുക്ക് BC 2 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമുക്ക് 1 എന്ന് എഴുതാൻ സാധിക്കും. അതായത് B മുതൽ ഈ ഹൈറ്റ് വരെയുള്ള അകലമാണ് 1. അതായത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് ഈ 1 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ 60ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? √3 എന്ന് വരും. അതായത് ആ ഹൈറ്റ് എത്രയാണ്? √3 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ഏരിയയാണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഏരിയ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ്. BCയുടെ വാല്യൂ 2 ആണ്. ഹൈറ്റ് എത്ര? √3. 2 ക്യാൻസൽ ആയാൽ √3 ആണ് ഏരിയ. The maximum length of a rod that can be placed inside a cylindrical tank with a radius of 3 meters without bending is 10 meters. What is the height of the tank? ടാങ്കിൻ്റെ ഉയരം കാണണം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാം അല്ലേ. ഇവിടെ ബേസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 3 എന്നുള്ളത് എത്രയെന്ന് എഴുതാം? 6. അതായത് ഡയമീറ്റർ ആണ് 6 എന്നുള്ളത്. C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് AC കാണാൻ പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. AC ഈക്വൽസ് √ ഏതാ? AB² മൈനസ് BC². റൂട്ട് ഇടുക. ABയുടെ സ്ക്വയർ എത്രയാണ്? AB എത്രയാണ്? 10 ആണ്. അപ്പോൾ 10² മൈനസ് 6ൻ്റെ സ്ക്വയർ റൂട്ടിനകത്ത് ഇടുക. 10ൻ്റെ സ്ക്വയർ എത്രയാണ്? 100 ആണ്. 100 മൈനസ് 36. 100 മൈനസ് 36 എത്രയാണ്? √64. √64 എത്രയാണ്? 8 ആണ്. അപ്പോൾ ടാങ്കിൻ്റെ ഉയരം. ഇനി നമുക്ക് കാണേണ്ടത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. 2πRH ആണ് കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. 2 × π × r വാല്യൂ എത്രയാണ്? 3 എന്നുണ്ട്. H എത്രയാണ്? 8 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 48π എന്ന് കിട്ടും. 48π. ഇനി ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ടാങ്ക്.
വോളിയം കാണുന്ന ഫോർമുല എന്താ? പൈ ആർ സ്ക്വയർ എച്ച്. വി ഈക്വൽസ് പൈ ആർ സ്ക്വയർ എച്ച്. പൈ അതുപോലെ ഇടുക. ആറിൻ്റെ സ്ക്വയർ 3 സ്ക്വയർ. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. എച്ച് 8 ആണ്. അപ്പോൾ 9 × 8 എത്രയാണ്? 72 പൈ. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം. 3 circles having same center are given below. Radius of the circles are in the ratio 1:2:3. The diameter of the middle circle is 18 cm. What is the ratio of the perimeters? What is the perimeter of the smaller circle? Perimeter of the larger circle. ഇവിടെ തന്നിരിക്കുന്നത് റേഡിയസിൻ്റെ റേഷ്യോ ആണ് 1:2:3. റേഡിയസിൻ്റെ റേഷ്യോ എന്ത് തന്നെയാണോ അത് തന്നെയാണ് പെരിമീറ്ററിൻ്റെയും റേഷ്യോ 1:2:3. ദെൻ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിൾ. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് എന്താ ഇവിടെ തന്നേക്കുന്നത്? മിഡിൽ സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. മിഡിൽ സർക്കിളിൻ്റെ റേഡിയസ് എത്രയെന്നാ? R2 ആണ്. അപ്പോൾ R2 റേഡിയസ് ആണെങ്കിൽ റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ, അതായത് 2R2 ആണ് 18. അപ്പോൾ R2 കാണുന്നത് എങ്ങനെയാണ്? 18/2. അതായത് R2ൻ്റെ വാല്യൂ നമുക്ക് 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. R2ൻ്റെ വാല്യൂ 9 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ ഏതാണ്? 1:2:3 ആണ്. അതിന് നമുക്ക് ഈ ഒരു 6 ആയിട്ട്, അപ്പോൾ 6 എടുത്താൽ 1 6 ആണെങ്കിൽ 2 2 6 3 6. ബി പാർട്ടിൽ നമുക്ക് കാണേണ്ടത് പെരിമീറ്റർ ഓഫ് ദ സ്മോളർ സർക്കിളാണ്. അപ്പോൾ സ്മോളർ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? R1 ആണ്. 2πr1. അതായത് ഇവിടെ നമുക്ക് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 6 ആണ്. 2πr ആണ്. നമ്മൾ ആറിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിവിടെ R2 എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന 9 സെൻറ്റിമീറ്റർ രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസിനെ സൂചിപ്പിക്കുന്നത് എന്താ? 2r ആണ്. റേഷ്യോ വെച്ച് നോക്കുമ്പോൾ എന്താണ്? 2r ആണ്. അപ്പോൾ 2r എന്ന് പറയുന്നതാണ് എന്ത്? 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2r ആണ് 9 സെൻറ്റിമീറ്റർ. അപ്പോൾ 2rനെ നമുക്ക് 9 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. r ഈക്വൽസ് എന്താണ്? 9/2. r 9/2. അത് നമുക്ക് ഈ ആറിന് കൊടുക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2π × 9/2. ഇവിടെ 2 2 ക്യാൻസലായിപ്പോയി. നമുക്ക് 9π സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്തതായി കാണേണ്ടത് പെരിമീറ്റർ ഓഫ് ദ ലാർജർ സർക്കിളാണ്. ലാർജർ സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്? R3 ആണ്. അപ്പോൾ 2π × R3യെ സൂചിപ്പിക്കുന്നത് 3r ആണ്. അപ്പോൾ 2π × 3 × r എത്രയാണ്? 9/2. 2 2 ക്യാൻസലായിപ്പോയി. 9 × 3 എത്രയാണ്? 27π. P of x equals ax plus b is a first degree polynomial. If P of 1 equals 3, then what is a plus b? P of 2 equals 5 to a plus b. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ പി ഓഫ് 1 കിട്ടും. ദാറ്റ് ഈസ് എ × 1 + ബി. പി ഓഫ് 1ൻ്റെ വാല്യൂ എത്രയാണ്? 3. അതായത് എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി? 3. അതാണ് എ പാർട്ട് ചോദ്യം. ഇനി പി ഓഫ് എക്സിന് 2 കൊടുത്താൽ നമുക്ക് പി ഓഫ് 2 കിട്ടും. അപ്പോൾ പി ഓഫ് 2 ഈക്വൽസ് എക്സ് എവിടെയെല്ലാം ഉണ്ട് അവിടെ 2 കൊടുക്കുക. എ × 2 + ബി. ദാറ്റ് ഈസ് 2a + b ഈക്വൽസ് എത്രയാണ്? പി ഓഫ് 2ൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. 5 എന്ന് കിട്ടി. ഇനി എയും ബിയും കാണാൻ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. എയും ബിയും കിട്ടും. a + b = 3യും അതുപോലെ 2a + b = 5. രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമുക്ക് മൈനസ് ചെയ്യാം. 2aയിൽ നിന്ന് a മൈനസ് ചെയ്യുക. b ക്യാൻസലാവും. 5 - 3 എത്രയാണ്? 2 ആണ്. അതായത് a = 2 എന്ന് കിട്ടി. ഇനി a = 2 എന്ന് കിട്ടിയാൽ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? a + b = 3 ആണെങ്കിൽ b = എന്താണ്? 3 - a അല്ലേ? അപ്പോൾ 3 - 2 ചെയ്യുക. അപ്പോൾ 1 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ പി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + ബിയുടെ വാല്യൂ 1. പി ഓഫ് എക്സ് = 2x + 1.